ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നൊരു സൺഡേ ആണ്. ഓക്കെ, അപ്പം മടി പിടിച്ച് കിടക്കാൻ ഞാൻ നോർമലി എനിക്ക് ഭയങ്കര ലെസ്നെസ് ഉള്ള ഒരു ദിവസമാണ് സൺഡേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ആരും എണീറ്റിട്ടൊന്നുമില്ല. ഇനി വേണം ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. സൺഡേ നോർമലി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. ബാക്കിയുള്ള ദിവസത്തെ എല്ലാവർക്കും വർക്കും മോൻ പഠിക്കും, സ്കൂളിൽ പോകണം. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് മൺഡേ ടു സാറ്റർഡേ. അപ്പം സൺഡേ നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തിരി മടി പിടിച്ച ദിവസമാണ്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു സൺഡേ വ്ളോഗാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കപ്പ് ഓഫ് ടീ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം കപ്പ് പിടിച്ചിട്ട് നമ്മൾ വെളിയിൽ വന്നിട്ട് എല്ലാം സ്ട്രീറ്റിലൊക്കെ നോക്കിയിട്ട് റിഫ്രഷ് ചെയ്തിട്ട് അങ്ങനെയാണ് നോർമലായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒന്ന് റിഫ്രഷൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങാം. ഇന്ന് വന്നിട്ട് നമുക്ക് കുറച്ചധികം വെളിയിൽ നിന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്തൊന്നുമില്ല. കുക്ക് ചെയ്യാനും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഗണേശിൻ്റെ വയറിങ്ങനെ കേൾക്കേണ്ടി വരും. കാരണം കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പച്ചപ്പും ഹരിതവും ഒക്കെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് കൃഷികളൊക്കെ കൂടുതലാണ്. നെല്ലായാലും മാന്തോപ്പ്, അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൻ്റെ ഒക്കെ കൃഷികൾ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഹരിതമൊക്കെ ഉള്ളത്. നേരെ പോയത് നമ്മൾ സ്ഥിരമായിട്ട് ഇളനീര് കുടിക്കുന്ന ഒരു ഷോപ്പിലോട്ടാണ്. ഇത് നമ്മൾ വർഷക്കണക്കായിട്ട് പരിചയമുള്ളൊരു ചേട്ടൻ്റെ കട കേട്ടോ. നമ്മൾ നോർമലി വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഈ ചേട്ടൻ തന്നെയാണ് നമുക്ക് ഇളനീര് വീട്ടിൽ കൊണ്ടുവന്ന് തരും കേട്ടോ. അപ്പം അത്രയും നല്ലത് നോക്കി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പം അവിടുന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കഴിച്ചിട്ട് വേണം കയറാൻ. ഒരുപാട് നേരം വൈകുന്നതുകൊണ്ട് പിന്നെ മോനും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വന്നിട്ട് പിന്നെ ഉള്ളിലോട്ട് കയറിയിട്ട് ഇറങ്ങൽ അത് നടക്കുന്ന സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ അവിടുന്ന് നേരെ പോയത് നമ്മൾ ശരവണ സ്റ്റോഴ്സിലോട്ടാണ്. തിരുനെൽവേലിയിൽ തന്നെ ബെസ്റ്റായിട്ടുള്ള ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് ശരവണ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ ശരവണ സ്റ്റോഴ്സ് അതിന് അഫോർഡബിളായിട്ട് തിങ്സ് വേറെ ആരും തിരുനെല്ലി തരുന്നില്ല. ഞങ്ങൾ ഒരുപാട് ഷോപ്പ് ഉണ്ട്. ശരവണ സ്റ്റോഴ്സ് നമ്മളെ സ്ഥിരം ഷോപ്പാണ് കേട്ടോ. കുറച്ച് തിരക്ക് കൂടുതലായിരിക്കും, പക്ഷെ നല്ല അഫോർഡബിളായിട്ടുള്ള റേറ്റ്സാണ്. അപ്പം ഇത് ഷൂയുടെ സെക്ഷനാണ്. അപ്പം മോന് സ്കൂളിലോട്ട് ഒരു ബ്ലാക്ക് ഷൂ ആൻഡ് ഒരു വൈറ്റ് ഷൂ വേണം. അപ്പം പിന്നെ സ്കൂൾ ബാഗ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ, പിന്നെ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ അവന് സ്കൂളിലോട്ടുള്ള ബുക്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നോട്ടും ടെക്സ്റ്റും വർക്ക് ബുക്കും ഒക്കെ. എന്നാലും ട്യൂഷൻ ക്ലാസ്സിലോട്ട് കുറച്ച് ബുക്സ് വേണം. അപ്പോൾ അതും കൂടി എന്നിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് വാങ്ങിച്ചെടുക്കണം. പിന്നെ വീട്ടിലോട്ട് എനിക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസൊക്കെ തിങ്സൊക്കെ വേണം. അപ്പം അതുകൂടി വാങ്ങിച്ചിട്ട് വേണം ഇന്ന് പോകാൻ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് വർക്ക് ഷെഡ്യൂൾ അധികമായ കാരണം ഇടയിൽ വന്നിട്ട് നമ്മൾ ഇടയിൽ ഷോപ്പിലോട്ട് വരണമെന്നും നടക്കുന്ന കാര്യമല്ല. അവൻ പിന്നെ ഇങ്ങനെ തന്നെയാണ്, തുള്ളി കളിച്ചുകൊണ്ടാട്ടോ നടക്കുക. അത് ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ വാങ്ങിച്ചു കൊടുത്താലോ കുറച്ച് നേരം അത് വെച്ച് കളിച്ചിട്ട് ഇത് വേണ്ട എനിക്ക് അത് വേണം, അത് വേണ്ട ഇത് വേണം എന്ന് പറയും. അങ്ങനെയാണ് എൻ്റെ മോൻ. അപ്പോൾ ഷൂ വാങ്ങിക്കാൻ നോക്കി. അപ്പം അത് അവന് കുറച്ച് വലിപ്പം അധികമാണ്. നമ്മൾ ടൈറ്റായിട്ട് വാങ്ങിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ലൂസാവില്ലേ. അപ്പോൾ കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വെളിയിലിറങ്ങി നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റെയിൽവേ ക്രോസിംഗ് ആണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. സാമാന്യം ടൗണിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒന്ന് നല്ല ചൂടും. അപ്പോൾ വീട്ടിലെത്തിയപ്പം മോനും ഗണേഷും പറഞ്ഞു ഒരു മാംഗോ സ്മൂത്തി ഉണ്ടാക്കുമെന്ന്. അപ്പം ഞാൻ അതിനുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പം അതിനെന്തൊക്കെ തിങ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല പഴുത്ത മാങ്ങ, കുറച്ച് ഐസ് ബ്ലോക്സ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാൽ. ഈ പാലൊക്കെ കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ട്, ഇപ്പം മാംഗോ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് വെച്ചിട്ടേ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്രൂട്ട്സിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പാൽ ആഡ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ആ കളറ് മനസ്സിലാവില്ല, ആ ടേസ്റ്റ്, പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കും കുട്ടികൾ കുടിക്കാത്തത്.
അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. പാല് കുറച്ചധികം ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കുക. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് മാംഗോ ആണ്. മാംഗോ നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. മാംഗോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് പഴുത്തിട്ട് നല്ല മധുരമുള്ള മാംഗോ എടുക്കുക. അതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുക. ഷുഗറിന് പകരം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. കൂടെ വന്നിട്ട് നമ്മൾ ഐസ് ബ്ലോക്സും അതേപോലെ നമ്മൾ കുറച്ച് പാലും കൂടി നമ്മൾ എന്ത് ചെയ്യാം, അതിലോട്ട് ആഡ് ചെയ്യുക. പാല് കുറച്ചധികം ആഡ് ചെയ്താലും കുഴപ്പമില്ല. പാല് തീരെ കുടിക്കാത്ത കുട്ടികളാണെന്ന് വെച്ചാൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. ഞാൻ എൻ്റെ മോനെയൊക്കെ സ്ഥിരം വറ്റിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സീസണിൽ ഇപ്പോൾ മാംഗോ ആയതുകൊണ്ടാണ് ഞാൻ മാംഗോ എടുക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഇതെടുത്തേ, ഏതെങ്കിലും ഫ്രൂട്ട്സ് എടുക്കാറ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം നാളെ തൊട്ട് മൺഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ മോന് സ്കൂളും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ എണീക്കണം, ഹസ്ബൻഡിനും ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ നാളെ തൊട്ട് നല്ല ഹെക്റ്റിക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.